നെഞ്ചിൻ്റെ നോവുകൾ എല്ലാം അറിയുവാൻ നീ മാത്രമൻ ദൈവമേ. എല്ലാം പറഞ്ഞൊന്ന് കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ. എല്ലാം പറഞ്ഞൊന്ന് കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് 37 സങ്കീർത്തനം അതിൻ്റെ 5 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. നിന്റെ വഴി യഹോവയിൽ പരമേൽപ്പിക്കുക, അവനെ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതൊക്കെ നമ്മൾ കർത്താവിൽ ആശ്രയിച്ചു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഭവിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ വഴി യഹോവയിൽ പരമേൽപ്പിക്കുക. സ്തോത്രം. യഹോവ ഭക്തന്മാർ വേർതിരിക്കപ്പെട്ടവരാ. ആമേൻ. സ്തോത്രം. നമുക്ക് മുമ്പിൽ വഴിയും വാതിലും തുറന്നു തരുന്ന ദൈവം. ആമേൻ. തന്നെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആ വഴി ദൈവമക്കളെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ, ദൈവസന്നിധി വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാം സാധ്യമാക്കുന്നൊരു ദൈവം നമ്മുടെ കൂടെയാണ്. നമ്മുടെ കണ്ണിലെ കണ്ണുനീര് കണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരത്തെ അറിഞ്ഞ് നമ്മൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ ഉള്ളതുപോലെ അറിയുന്നൊരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. അവനെ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ഉറപ്പാ. അവന് തന്നെയാണ് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുന്നതുവരെ നമ്മളൊന്ന് കാത്തിരിക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ വ്യതിചലിച്ചു പോകും. അവർ പറഞ്ഞതാണോ ശരി, ഇവർ പറഞ്ഞതാണോ ശരി, അങ്ങനെ ചെയ്യുന്നതാണോ ശരി, ഇങ്ങനെ ചെയ്യുന്നതാണോ ശരി, നമുക്കിങ്ങനെ വ്യതിചലിക്കുന്നൊരു മനസ്സ്. എന്നാൽ അവന് തന്നെ നമ്മളൊന്ന് ആശ്രയം വെച്ചാൽ അവനത് നിർവഹിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകട്ടെ. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. ഇത് ആരൊക്കെ കെടുത്താൻ നോക്കിയാലും ഹല്ലേലൂയ, കർത്താവ് നമുക്ക് വേണ്ടി ഇത് പ്രകാശിപ്പിക്കുന്ന ദൈവമാണ്. ഇരുളിൽ വെളിച്ചം തരുന്ന ദൈവം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് തന്നെ തന്നെ ചൂണ്ടിക്കാണിച്ച് ഉറപ്പ് പറഞ്ഞ ദൈവം, ഇരുളിലായിരിക്കുന്നവർക്ക് വെളിച്ചം പകരുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അവർ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. ഒരു കാര്യം ചെയ്താൽ മതി, യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്നു കൊണ്ട് അവനായി പ്രത്യാശിക്കുക. എല്ലാരെ പോലെ നമുക്ക് പറയാനാവില്ല, എല്ലാരെ പോലെ നമുക്ക് എടുത്തുചാടി ഒരു തീരുമാനം എടുക്കാനാവില്ല. എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒന്നും മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. നമ്മുടെ മനസ്സൊരിക്കലും അതിലേക്കാകരുത്. നമുക്ക് കർത്താവിങ്കിലേക്ക് മാത്രം നോക്കിയാൽ മതിയല്ലോ. അവങ്കിലേക്ക് നോക്കിയാൽ ആരും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. അപ്പോൾ മറ്റ് നമ്മളെ പ്രയാസപ്പെടുത്തുന്നവരെ നോക്കിയാൽ നമ്മളും മുഷിഞ്ഞു പോകും. നമ്മുടെ ശ്രദ്ധ കർത്താവിങ്കിൽ നിന്ന് വിട്ടുപോകും. നമുക്ക് മനസ്സിൽ കോപം ഉണ്ടാകും, മത്സരമുണ്ടാകും, പകയുണ്ടാകും, പിണക്കം ഉണ്ടാകും. ഇതൊന്നും ആരെയും ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏറ്റവും താണു നിന്നുകൊണ്ട് ക്ഷമയോടെ, സ്നേഹത്തോടെ, വിശ്വസ്തയോടെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്നു കൊണ്ട് സർവശക്തനായ ദൈവത്തെ ആരാധിക്കുക. ആരാധനയുടെ മധ്യത്തിൽ മൺകുടം ഉടയപ്പെടും ദൈവമക്കളെ. സകല ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റും. ആരാധിക്കും തോറും സർവശക്തൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ആ ചിറകിൻ മറവിലിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ എല്ലാവരും ദൈവം സഹായിക്കട്ടെ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവമക്കളെ ഒരിക്കലും
ഒരു ഒരു പടി മുൻപോട്ട് പോകാൻ ലോകം നമ്മളെ കൈത്താങ്ങയില്ല. സ്തോത്രം. നമ്മൾ ഒരു പടി മുൻപിലേക്ക് കടക്കാൻ നോക്കിയാൽ 10 പടി നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ലോകത്തെ നോക്കിക്കൊണ്ട്, അവരെയൊക്കെ നോക്കിക്കൊണ്ട് മുഷിഞ്ഞിരിക്കാതെ പ്രത്യാശയുള്ളവരായി കർത്താവിന് വേണ്ടി ജീവിക്കുക. യേശു കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ മനോഹരമായി ചെയ്യുവാനും കർത്താവിലെ പ്രത്യാശയുള്ളവരായി തീരുവാനും കർത്താവിൻ്റെ പാദപീഠത്തിൽ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ നമ്മൾ പലവരുടെ സംസാരങ്ങൾ കേട്ട് പലരുടെ പ്രവൃത്തികൾ കണ്ട് നമ്മൾക്കും മുഷിപ്പായി, നമ്മൾ മുഷിഞ്ഞു വല്ലാത്തൊരവസ്ഥയിലെത്തി നമ്മുടെ വിശ്വാസം കെട്ട് നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടുപോകും. ദൈവമക്കളെ, ഏത് നിന്ദിക്കുന്നവരുടെ നടുവിലും പഴിക്കുന്നവരുടെ നടുവിലും ദൂഷിക്കുന്നവരുടെ നടുവിലും കർത്താവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് എല്ലാം സഹിക്കുവാനുള്ള കൃപയും കൃപാവരങ്ങളും നൽകി ദൈവം അനുഗ്രഹിക്കേണ്ടതിന് അപേക്ഷിച്ചുകൊണ്ട് അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തെ സാക്ഷീകരിക്കുക. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ഈ തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശ്വാസ ജീവിതത്തിൽ ഇടറിപ്പോകാതെ പതറിപ്പോകാതിരിക്കേണ്ടതിന് കർത്താവെ അവിടുത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിപ്പാനും അവിടുത്തെ ശബ്ദം കേൾക്കാൻ കാതോർത്തിരിക്കുവാനും തന്നെ തന്നെ വെടിപ്പാക്കിക്കൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആത്മാവിൻ്റെ ഫലം കർത്താവെ എടുപ്പാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്ന മക്കളെ ദൈവം തൃപ്തിപ്പെടുത്തുമല്ലോ. പൊന്നു തമ്പുരാൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിച്ച് ഈ ശുശ്രൂഷ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കുമല്ലോപ്പാ. ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തോടെ വിനയത്തോടെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ എൻ്റെ കർത്താവെ തന്നെ സഹായിക്കാൻ ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല, മനസ്സ് തുറന്ന് പറയുവാനുള്ള അവസരങ്ങളുമില്ല, സാഹചര്യങ്ങളില്ല. തന്നെ വെറുത്തുകൊണ്ടും പഴിച്ചുകൊണ്ടും ഇരിക്കവേ ഇന്ന് ഈ ശുശ്രൂഷ പങ്കുചേരാൻ കർത്താവെ ദൈവം അവിടുന്ന് ഒരുക്കിയ സമയത്ത് എൻ്റെ കർത്താവെ ഒരു മകനെ കർത്താവ് അവിടുന്ന് തൊട്ടതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. മനസ്സിലെ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും സ്വർഗീയ പിതാവേ അവിടുന്ന് അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് മകനോട് ദൈവം ദയതോ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ആ പ്രകാശത്തിൽ നിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ഭയഭക്തിയോടെ കർത്താവിനെ സേവിപ്പാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് എല്ലാവരും സഹായിക്കണമേ. പ്രത്യേകമായി മകനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട സഹോദരിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഏറെ തളർന്ന് മനസ്സ് ഭാരപ്പെട്ട് കർത്താവെ പല വിധത്തിലുള്ള നിന്ദയും പരിഹാസങ്ങളും കേട്ടുകൊണ്ട് തളർന്നിരിക്കുന്ന നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ സമയത്ത് തന്നെ നിൻ്റെ മക്കൾ അനുഭവിക്കുന്ന മാനസിക ഭാരങ്ങളെ സ്വർഗത്തിലെ ദൈവം ഏറ്റെടുക്കുകയും പാപം പെരുകിയ സ്ഥാനത്ത് ഏറ്റവും അധികം കൃപ കൊടുത്ത് നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളൊക്കെ അഭിഷേകത്തോടെ അനുഗ്രഹത്തോടെ സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലെ കർത്താവെ ഇരട്ടി പങ്ക് കൃപ പ്രാപിച്ചുകൊണ്ട് എൻ്റെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നിൻ്റെ മക്കളെ തൊട്ടനുഗ്രഹിച്ച കൃപയ്ക്കായി യേശുവേ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മക്കളുടെ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഭവനത്തിനകത്തും പുറത്തും ദൈവത്തിൻ്റെ ദൂതഗണങ്ങൾ കാവലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ മക്കൾ നേരിടുന്നതായ മാനസിക ഭാരങ്ങളെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഒപ്പിയെടുത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവെ. മഹത്വവും പുകഴ്ചയും എല്ലാം എടുക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.